ധന്യ വി എസ് അച്യുതാനന്ദൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ടുള്ള ഓർമ്മകൾ പങ്കുവച്ച് പലരും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു. എതിർചേരിയിലുള്ള രാഷ്ട്രീയ പാർട്ടിയിലെ ആളുകൾ പോലും വളരെ എന്താ പറയുക, വികാര നിർഭരമായിട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് കണ്ടു. അങ്ങനെ ചേരിയിലുള്ളവരെ പോലും സ്വാധീനിക്കാൻ ശക്തിയുള്ള ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ അറിയപ്പെട്ട ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ നേരത്തെ പലരും, അതായത് ഇപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയ ചേരിയിലുള്ള യുവ നേതാക്കൾ അല്ലെങ്കിൽ യുവനിരയടക്കം വലിയ രീതിയിൽ ആക്രമിച്ച് വിമർശിച്ച് ഉള്ളവർ പോലും വി എസിൻ്റെ കാര്യത്തിൽ അവർ വളരെ ഹൃദയം തുറന്ന് പ്രതികരിക്കുന്ന കാണുമ്പോൾ ഇപ്പോഴും അവർക്കെതിരെ അമർഷവും ചീത്തവിളിയായിട്ട് ഒരു കൂട്ടർ രംഗത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം തന്നെ എടുക്കുക. അവർ നടത്തിയ പ്രതികരണം, അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ അവരുടെ മനസ്സിലെ വിങ്ങൽ അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ അതിൻ്റെ താഴെ വന്ന കുറേ കമൻറ്റുകൾ ഞാൻ കണ്ടപ്പോൾ എനിക്ക് അവരോട് പലരും പറയുന്നത്, നിങ്ങളോട് വ്യക്തിപരമായി ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ നിങ്ങളൊരു BJP ആയതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇഷ്ടക്കേട് ഉണ്ടായിരുന്നു. പക്ഷെ വി എസിനെ കുറിച്ച് നിങ്ങൾ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ നിങ്ങളോട് ഇത്രയും നാൾ എന്തിനാണ് വെറുപ്പ് സൂക്ഷിച്ചത് എന്ന് തോന്നിപ്പോകുന്നു. ഒരു എതിർചേരിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുമോ? ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഒരു നേതാവിനെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ, നിങ്ങളോട് ഞങ്ങൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമന്റുകളാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായി വരുന്നത്. സാധാരണ ശോഭാ സുരേന്ദ്രൻ എന്തെങ്കിലും ഒരു സ്പീച്ച് നടത്തുകയോ എന്തെങ്കിലും ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ട് സ്പീച്ച് നടത്തുകയോ ഒക്കെ ചെയ്താൽ അവർ ചാണകസംഖി പിന്നെ സംഖി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള കമന്റുകൾ, മോശം കമന്റുകൾ വരുന്നിടത്താണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അവരെ കുറിച്ച്. വളരെ മോശമായ കമന്റുകൾ വരുന്നിടത്താണ് എങ്ങനെയാണ് ഒരു രാഷ്ട്രീയക്കാരി പെരുമാറേണ്ടത്? ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കണം? മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. തെറ്റ് ചെയ്തവർ അത് ചെയ്തവർ തന്നെയാണ്. മരണം ആരെയും വിശുദ്ധരാക്കുന്നില്ല. പക്ഷെ എങ്കിൽ പോലും ഒരു മരണം എതിർചേരിയിൽ നിന്നവരെ പോലും വേദനിപ്പിക്കുന്നു എങ്കിൽ ആ മനുഷ്യൻ അവർക്കൊക്കെ, പാർട്ടി അണികൾക്കും ജനങ്ങൾക്കും അപ്പുറം എതിർചേരിയിലുള്ളവർക്ക് പോലും എത്രത്തോളം ഹൃദയത്തിൽ സൂക്ഷിക്കാവുന്ന ഒരു നേതാവായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ സ്വന്തം പാർട്ടിയിൽ നിന്നായിരിക്കും വി എസിന് ഏറ്റവും കൂടുതൽ കുത്തു കിട്ടിയിട്ടുള്ളത്. മറ്റു പാർട്ടികളിൽ നിന്നതിനേക്കാൾ കൂടുതൽ വി എസിനെ കുത്തിയത് സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ തന്നെയാകും. കാരണം വി എസ് നവകേരള യാത്ര അങ്ങനെ എന്തോ ഒരു യാത്ര പങ്കെടുക്കാൻ നേരത്ത് വി എസ് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി ഒരു കഥ പറഞ്ഞു. അതായത് ബക്കറ്റിൽ, കഥ കേട്ടായിരുന്നോ? ബക്കറ്റ്, ഒരു കുട്ടി സമുദ്രത്തിനടുത്ത് ചെന്നിട്ട് ഒരുപാട് തിരകൾ അടിച്ചപ്പോൾ കുട്ടി ഒരു ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് തിരയടിക്കാത്തത് എന്ന് കുട്ടി ചോദിക്കുന്നു. അപ്പൊ കടലിന് സങ്കടം സഹിക്കാൻ വയ്യാതെ ആ വെള്ളം കുട്ടിയോട് സംസാരിക്കുകയാണ്, ഞാൻ ഒരുപാട് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് തിരയാകാൻ കഴിയുന്നത്, ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഞാൻ. അതായത് പാർട്ടി, എല്ലാവരും അടങ്ങുന്ന പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് വി എസ് ആകുന്നത്. അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ വി എസ് എന്ന് പറയുന്ന ഒരാൾ വി എസ് അല്ല എന്നാണ് ഒരു പ്രശ്നമുണ്ട്. എന്നിട്ട് ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ വി എസ് സമ്മേളനത്തിനിടയിൽ ഇറങ്ങിപ്പോയൊരു നേതാവാണ്. സാധാരണഗതിയിൽ അത്രയ്ക്ക് വലിയ ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ ഒരാളെ ആ നിമിഷം പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം. പക്ഷേ വി എസിൻ്റെ കാര്യത്തിൽ ഒരക്ഷരം മിണ്ടിയില്ല. എന്തുകൊണ്ടാണ്? കാര്യം വി എസ് എന്ന് പറയുന്നത് ഒരാളല്ല, ഒരു ജനക്കൂട്ടമാണെന്നുള്ള തിരിച്ചറിവുണ്ട്. പിന്നെ ഈ പറയുന്ന ഇത്തരം പ്രസ്താവനകൾ അത് ആ സമയത്ത് ഒരു ഗീർവാണത്തിനപ്പുറം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു പിന്നെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ വി എസ് അതിന് കൃത്യമായ മറുപടി വി എസും കൊടുത്തു. അപ്പോൾ മറുപടികൾ ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതും കുത്തുകൾ വാങ്ങിയതും ഒക്കെ ഒരുപക്ഷെ വി എസിന് പാർട്ടിക്കകത്ത് നിന്ന് തന്നെയാണ്. അത് എതിർചേരിയിൽ നിന്നൊക്കെ ഈ പിന്നെ എന്താ പറയുക, മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നവർ പറയേണ്ട കാര്യങ്ങൾ അത് മാത്രമാണ് ഒരുപക്ഷെ കോൺഗ്രസും BJP ഒക്കെ വി എസിനെ കടന്നാക്രമിച്ചിട്ടുള്ളൂ. അതിൽ ഏറ്റവും കൂടുതൽ ആക്രമണം നടത്തിയത് പാർട്ടി എന്നുള്ളതാണ് ഒരു ചരിത്രം എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ പറയുന്നത് ചെങ്കോലും കിരീടവും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ രാജാവാകാം, അത് തെളിയിച്ച ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. താനെ വഴിവെട്ടി വന്ന ഒരാൾ, ആരും കൈപിടിച്ചുയർത്താതെ താനെ വഴിവെട്ടി വന്ന ഒരാൾ.
അപ്പോൾ അങ്ങനെ ഒരു VS-നെ പിന്നെ കുറിച്ച് ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ കൃത്യമായി വരും തലമുറകൾക്ക് കൂടി ഒരു പാഠപുസ്തകമായി VS മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നത്. എന്തായാലും അത്രയൊക്കെ അവർ പറയാനൊരു എന്താ പറയുക മനസ്സ് കാണിച്ചു എന്നുള്ളതാണ് അല്ലെ. വേണമെങ്കിൽ അവർക്ക് ആ പരിപാടിയിൽ വന്നില്ലെങ്കിലും പ്രശ്നമില്ല. പക്ഷെ അവർ വന്നു, ആ പരിപാടിയിൽ പങ്കെടുത്തു, VS-നെ കുറിച്ചൊരു നല്ല വാക്ക് അവരുടെ ഓർമ്മയിലുണ്ടായ അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കാൻ അവർ മനസ്സ് കാണിച്ചു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ മറ്റു പലരും VS-നെ വെച്ചുകൊണ്ട് അവരുടെ രാഷ്ട്രീയം പുറത്തു കാണിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇവിടെ എന്താ വിമർശനങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. കണ്ടായിരുന്നു അരുൺകുമാറിന്റെ? നിനക്ക് ഞാനത് കണ്ടില്ല, പക്ഷേ ഞാൻ കേട്ടു, ഇൻസ്റ്റാഗ്രാം റീൽസ് ഒക്കെ കണ്ടു, നേരിട്ട് കണ്ടില്ല. അതായത് അങ്ങനെ പറയുന്നത്, അതായത് ഉമ്മൻചാണ്ടിയെയും VS-നെയും താരതമ്യം ചെയ്ത്, അതായത് ഒരു സാമാന്യ ഒരു ഇതുണ്ട്, അതായത് ഒരു മരണസമയത്ത് നമ്മൾ പരമാവധി മാന്യരാകുക എന്നുള്ളതാണ്. പരമാവധി നല്ല വാക്കുകൾ സംസാരിക്കുക. അതിപ്പോൾ എത്ര നമ്മൾ മോശം സാഹചര്യത്തിൽ നിൽക്കുകയാണ്, പരമാവധി സംയമനം പാലിക്കുക എന്നുള്ളതാണ്. അവിടെ ഇത്തരം ഗീർവാണങ്ങളൊക്കെ നടത്തി വെറുതെ ഉമ്മൻചാണ്ടി ആരാണെന്നുള്ളത് ജനങ്ങൾക്കറിയാം. അതിന് ഒരു ചാനൽ പ്രസ്താവന നടത്തി തെളിയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി ആരാണെന്നും VS അച്യുതാനന്ദൻ ആരാണെന്നും ഇപ്പോൾ എത്ര വാഗ്ധോരണികൾ നടത്തിയാലും ജനങ്ങൾ രണ്ടുപേരെയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനപ്പുറം എത്ര പറഞ്ഞു പൊലിപ്പിച്ചിട്ടും കാര്യമൊന്നുമില്ല. ഒരു കാര്യം, രണ്ടുപേരും ഇപ്പോൾ ചരിത്രത്തിൻ്റെ ഭാഗമാണ്, ജീവിച്ചിരിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ വാഴ്ത്തുപാട്ടുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ വസ്തുത യഥാർത്ഥത്തിൽ അത് ജനങ്ങളുടെ ഉള്ളിലുള്ള സംഗതിയാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ പ്രേമിലല്ല കേട്ടോ, ഒരാളുടെ മരണം, ആ വിലാപയാത്ര, അതിനിടയ്ക്ക് എന്തിനാണ് മരിച്ചുപോയ ഒരാളെ കൊണ്ടുവന്ന് നിർത്തി അയാളെ വിശുദ്ധനാക്കുന്നില്ല, VS വിശുദ്ധനാക്കുന്നില്ല, മെഴുകുതിരി കത്തുന്നില്ല? ഒറ്റ വാക്കിൽ ഞാൻ മറുപടി പറയാം. അതായത് 2 തവണ പിണറായി വിജയൻ സർക്കാർ ഇവിടെ ഭരിച്ചു. അപ്പോൾ പൊതുവേ കരുതുന്ന എന്താണ്, ഇവിടെ CPM-ന് വലിയ ജനപ്രീതിയുണ്ട്, വലിയ രീതിയിലുള്ള സംഗതികളുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര അത് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയോടുള്ള ഒരു ആദരവിനപ്പുറം ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു വലിയൊരു ശക്തിപ്രകടനമായി അത് മാറി. എങ്ങനെ ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടായി, അതായത് ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ എത്രയോ ശക്തനാണ് മരിച്ച ഉമ്മൻചാണ്ടി എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. അപ്പോൾ VS-ൻ്റെ മരണം, അതായത് ഉമ്മൻചാണ്ടി ഒരു വശത്ത് ഉമ്മൻചാണ്ടിയാണെങ്കിൽ അതേ ജനസമ്മതിയുള്ള ഇപ്പുറത്തുള്ള ഏക നേതാവും VS അച്യുതാനന്ദനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര എന്ന് പറയുന്നത് ഈ എതിർ രാഷ്ട്രീയം വിശ്വസിക്കുന്നവർക്ക് അത് വലിയ ഒരു സംഗതിയായി മാറ്റണം, വളരെ ജനപിന്തുണ കിട്ടണം എന്നുള്ളത് അവരുടെ ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം തികട്ടി വരുന്നതാണ് ഒരു മരണം മറ്റുള്ളവർക്കുള്ള മറുപടി എന്ന രീതിയിൽ ചിത്രീകരിക്കപ്പെടണമെന്നുള്ള ഒരു ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതിങ്ങനെ തികട്ടി വരുന്നതാണ് ഇത്തരം കമ്പാരിസണുകളിലേക്ക് പോകുന്നത്. അതൊരു മാധ്യമ പ്രവർത്തകൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മളൊക്കെ പലയിടത്തും പോകുമ്പോൾ നമ്മളോടൊക്കെ പലരും ചോദിക്കും, ചാനൽ പിന്നെ നേരത്തെ ചാനലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ പറയേണ്ട, അതിൽ ചാണ്ടി ഉമ്മൻ കൃത്യമായ മറുപടി, വളരെ സംയമനത്തോടെ കുറിക്ക് കൊള്ളുന്ന മറുപടി കൊടുത്തിട്ടുണ്ട്. ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എൻ്റെ പിതാവ് ആരാണെന്നുള്ളത് അറിയാം, അതിനെ വെറുതെ വലിച്ചഴക്കേണ്ട കാര്യമില്ല, വേണമെങ്കിൽ ചാണ്ടി ഉമ്മനെ 4 ചീത്ത വിളിക്കാമായിരുന്നു. അതെ, അത് അരുൺകുമാറിന്റെ അതാണ് മാന്യത. ആ മാന്യതയാണ് ഇദ്ദേഹത്തിന് ഇല്ലാതെ പോയത് എന്നുള്ളതാണ്. എന്തായാലും റിപ്പോർട്ടർ ഇപ്പോൾ പലരും, ഞാൻ ഈ വാർത്തയുമായിട്ട് ബന്ധപ്പെട്ട് പലരെയും വിളിച്ചു ചോദിച്ചു, പലരും പറഞ്ഞത് അല്ല അരുൺകുമാറിനെ കുറിച്ച് പറയണ്ട, കാരണം റിപ്പോർട്ടർ ചാനലിൽ ഞങ്ങൾ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ കിട്ടത്തില്ലെങ്കിലോ, അതുകൊണ്ട് ഒന്ന് പറയേണ്ടത് നമ്മൾ പറയേണ്ടത് പറയും. നമുക്ക് കഴിവുണ്ടെങ്കിൽ മാത്രം ജോലി തന്നാൽ മതി, ഇല്ലാതെ ഒരാളെ പൊഴുത്തിക്കൊണ്ടുള്ള ജോലിയുടെ ആവശ്യമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പറയേണ്ടത് പറഞ്ഞു തന്നെ പോകും. കാരണം അരുൺകുമാർ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഈ സമയത്തല്ല അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഛർദ്ദിച്ച് തുപ്പേണ്ടത്.